പഞ്ചായത്ത് ഭരണക്കാരുടെ ആളിക്കത്തും പ്രതിഷേധം ജനാധിപത്യം പുലരും നാട്ട്. നമസ്കാരം. കിഴക്കമ്പലം പഞ്ചായത്തിലെ ജൂനിയർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത 2020 ഭരണസമിതിക്കെതിരെ FSCTO പ്രതിഷേധ പ്രകടനം ധർണയും നടത്തി. കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ KK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അകാരണമായി പുറത്താക്കിയ 2020 ഭരണസമിതിക്കെതിരെ ശക്തമായ രീതിയിൽ മറുപടി തരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സുനിൽകുമാർ പറഞ്ഞു. യാതൊരു കാരണമില്ലാതെ പുറത്താക്കിയതിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. KSTA ജില്ലാ സെക്രട്ടറി ഡാൽമിയ തങ്കമ്പറ്റ് അധ്യക്ഷത വഹിച്ചു. NGO ജില്ലാ സെക്രട്ടറി KS ഷാനിൽ സ്വാഗതം പറഞ്ഞു. അഭിവാദ്യങ്ങൾ അർപ്പിച്ച് KGO ജില്ലാ ട്രഷറർ CR സോമൻ, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ എലിയാസ് മാത്യു, ലിൻസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. എന്താണ് മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ലീഡർഷിപ്പ് എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഞങ്ങളുടെ ജീവനക്കാരെ തിരുത്താൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഈ കേരളത്തിനകത്ത് വാതിൽപ്പടി സേവനം നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. വാതിൽപ്പടി സേവനം ജനങ്ങളുടെ അടുത്തേക്ക് സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭരണം മുമ്പോട്ട് പോവുകയാണ്. ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ കേരളത്തിനകത്ത് K-സ്മാർട്ട് പദ്ധതി നടപ്പാക്കി. ഒരു ജനനം രജിസ്റ്റർ ചെയ്യാൻ, ഒരു മരണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാം, ഒരു നമ്മുടെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാം, ഇതിനൊക്കെ വേണ്ടി ആഫീസിനകത്ത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. അത് അവസാനിപ്പിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളിലും അതിനുശേഷം ഈ കേരളത്തിലെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ജനാധിപത്യ വിശ്വാസികളും വ്യാപാര വ്യവസായികളും ഈ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരായിട്ട് നിൽക്കുന്നവരും ഉൾപ്പെടെയുള്ളവർ അറിയുവാനായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് ഒരിക്കൽ സ്വർണ്ണത്ത് ഗവൺമെൻറ് UP സ്കൂളായിരുന്നു. 2003 ഒരു പ്രൈമറി വിദ്യാലയം ഇവിടെ നിന്നുപോയിട്ടുണ്ട്. നിയമസഭയുടെയും കേരള സർക്കാരിൻ്റെയും ആക്ടും റൂളും അനുസരിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തുടങ്ങിയാൽ അത് വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.